സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമിയിൽ ക്വാർട്ടർ ഫൈനലിൽ അസമിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. സെമിയിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ഒരു ആധികാരിക ജയമാണ് നേടിയിട്ടുള്ളത്. മുൻ ചാമ്പ്യന്മാരാണ്. അടുത്ത കിരീടം കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. വിവരങ്ങൾ. അനുജ പറഞ്ഞതുപോലെ തന്നെ ആധികാരിക ജയം തന്നെയാണ്. ആതിഥേയരായ അസമിനെ എതിരില്ലാത്ത 3 ഗോളിനെ തോൽപ്പിച്ചാണ് കേരളം അങ്ങനെ സെമിയിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ അസം നല്ല രീതിയിൽ കളിക്കുകയും അല്ലെങ്കിൽ കേരളത്തിന് പന്ത് കൊടുക്കാതെ പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ്. പക്ഷേ 17-ാം മിനിറ്റിൽ അസമിന്റെ ആ ഒരു കോട്ട അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ട് ക്യാപ്റ്റൻ, ഇന്നത്തെ ഫസ്റ്റ് 11 ക്യാപ്റ്റനായി ഇറങ്ങിയ മനോജിലൂടെയാണ് കേരളം ആദ്യം ഗോൾ നേടിയത്. ഒരു കോർണറിൽ നിന്ന് വന്ന വീണ പന്ത് കൃത്യമായി അദ്ദേഹത്തിന് വലയിലെത്തിക്കാൻ വെച്ചു. അതോടൊപ്പം തന്നെ ആദ്യ പകുതി തീരുന്നതിന് മുമ്പ് തന്നെ കേരളം ലീഡ് 2 ഉയർത്തി. അത് മുഹമ്മദ് അജ്സലിലൂടെയായിരുന്നു. മുഹമ്മദ് അജ്സൽ ഈ ടൂർണമെന്റിൽ നേടുന്ന 4ാമത്തെ ഗോളാണ്. അപ്പോൾ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് കേരളം ജയം ഉറപ്പിച്ചതായിരുന്നു. ഇല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ മത്സരം തീരാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ളപ്പോൾ ഒരു ഗോളിലൂടെ ദിൽഷാദാണ് ആ ഗോൾ നേടിയത്. ദിൽഷാദിന്റെ ഗോളിലൂടെ കേരളം അങ്ങനെ ജയം ഉറപ്പിക്കുകയായിരുന്നു. 3-0 എന്ന സ്കോറിന്. കേരളത്തിന്റെ ഒരു മികച്ച മത്സരം. ഈ ടൂർണമെന്റ് മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി ഈ അസമിനെതിരായ പോരാട്ടം വിലയിരുത്താം. ഇനി കേരളത്തിന് സെമിയിൽ എതിരാളികൾ പഞ്ചാബാണ്. പഞ്ചാബിനെതിരെ മറ്റന്നാളാണ് കേരളത്തിന്റെ മത്സരം. അഞ്ചു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ 7 തവണ ചാമ്പ്യന്മാരാണ് കേരളം. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായിരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെ ഫൈനലിൽ 8ാം കിരീടം നേടുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. വ്യാഴാഴ്ചയാണ് പഞ്ചാബുമായുള്ള സെമി ഫൈനൽ മത്സരം. കരുത്തരാണ് പഞ്ചാബ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.